ഗൈസ് അന്ന് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി വന്നില്ലേ, വീട്ടിലൊക്കെ പോയി വന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ അടുക്കളയിൽ തന്നെ ഞാനും വീണു. മക്കള് ഈ ടൈം കുളിക്കാൻ ഇങ്ങനെയുള്ളൊരു മടിയുള്ള മക്കളെ ഞങ്ങൾ സൂപ്പർ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി 2 ദിവസം നിന്നിരുന്നല്ലോ. ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അല്ലേ. പിന്നെ ഞായറാഴ്ചത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ട്, അമ്മ എണീറ്റ് അടുക്കളയിലാണ് കേട്ടോ, മക്കളൊന്നും എണീറ്റിട്ടില്ല. എണീറ്റ പാടെ തന്നെ കുളി കഴിഞ്ഞു. പക്ഷേ ഡ്രസ്സ് ഞാൻ 2 കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മേലേക്കിട്ടിട്ട ഡ്രസ്സ് തന്നെയാണ് പിന്നെ രാവിലെ എടുത്തിട്ട് കേട്ടോ, കാരണം ചളിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പല്ല് തേക്കാൻ ബ്രഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ, അമ്മ അടുപ്പിൽ നിന്ന് തീ പിടിപ്പിക്കുന്നുണ്ടല്ലോ അടുപ്പ്, അതിന് അമ്മയ്ക്ക് കരിക്കട്ട എടുത്തു വന്നിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇവിടെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയതാണ് കേട്ടോ. പല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൽ ഉറുമ്പൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന് കരിക്കട്ടയൊക്കെ എടുത്തിട്ടാണ് ഞാൻ പല്ല് തേച്ചത്. പിന്നെ കണ്ടോ, അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് നല്ല ചൂട് കരിക്കട്ട എടുത്ത് തന്നു. അതിങ്ങനെ പിന്നെ തണുപ്പിച്ചിട്ട് കല്ലുപ്പും കൂട്ടിയിട്ട് അങ്ങോട്ട് പിന്നെ കല്ല് കുത്തിയെടുത്തു. അങ്ങനെയാണ് പല്ല് തേച്ചത്. പിന്നെ ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരെല്ലൊക്കെ ഇടിച്ചാൽ കണ്ടില്ലായിരുന്നോ, ഗോതമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ. അത് ഗോതമ്പ് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഗോതമ്പ് ചോറ്. രാവിലെ ഇതിലേക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ട് ചെറുള്ളിയും എണ്ണയിലൊക്കെ മൂപ്പിച്ചിട്ട് അങ്ങനെ വറവിട്ടെടുത്തു. അപ്പോൾ ഞങ്ങൾ ഗോതമ്പ് ചോറ് എന്നാണ് പറയുക കേട്ടോ. അതിനായിരുന്നു അമ്മ ഇങ്ങനെ അന്ന് ഒരെല്ലിട്ടിട്ട് ഇങ്ങനെ ഇത് കുത്തിയിരുന്നത്, ഗോതമ്പ് കുത്തിയിരുന്നത്. അപ്പോൾ അമ്മയും ചായ കുടിക്കുകയാണ്, ഞാനും ചായ കുടിക്കുകയാണ്. മക്കൾ എണീറ്റിട്ടില്ല, ഒരു പിന്നെ ഇനി എണീറ്റിട്ടൊക്കെ അവൻ ചായ കുടിക്കുക കേട്ടോ. ഞായറാഴ്ച ഇന്നിപ്പോൾ ക്ലാസ്സിനൊന്നും പോകണില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഡാൻസ് ക്ലാസ്സിന് പോകണില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ശനിയാഴ്ച അവിടെ നിന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങോട്ടന്നെ തിരിച്ച് പോകാനെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കിച്ചുമോൾ പറഞ്ഞു ശനിയാഴ്ച പോകണ്ടമ്മ, ലീവ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നത്. അപ്പോൾ അങ്ങനെ കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ ഇവിടെ വിളക്ക് നേരത്തെ കാട്ടുട്ടോ. ഇതാണ് നമ്മളെ വിളക്കാട്ടുന്ന സ്ഥലം. വിളക്കാട്ടിലൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ അണഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ 7:30 കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റേനെ. ഇപ്പോൾ 8 മണി 8:30 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല, ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചായ കുടിക്കുകയാണ്, TV ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. പിന്നെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് വന്നപ്പോഴത്തേക്കും ചോറൊക്കെ വെന്ത് അമ്മ ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് എപ്പോഴൊക്കെയാണ് അരിഞ്ഞതും ഞാൻ കണ്ടില്ല. ഞാൻ നോക്കുമ്പോൾ ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ. അത് ചേമ്പിൻ്റെ തണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേമ്പിൻ്റെ തണ്ട് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചതാണ്. പിന്നെ ഇത് പരിപ്പാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കാനുള്ള പായസപ്പരിപ്പാണ് കരുതി. അപ്പോൾ അമ്മ പറയും ഈ പരിപ്പ് കറി വയ്ക്കുമ്പോൾ എടുക്കും, അപ്പോൾ പെട്ടെന്ന് അതായത് വേഗം വെന്തിട്ടുള്ള പരിപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിയത്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ പരിപ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അതുവരെ അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് തോരനാണ്, തോരൻ വയ്ക്കുകയാണ്. അതിലേക്ക് അമ്മ തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചതച്ചതാണ് കേട്ടോ. അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കണില്ല, കാരണം ചേമ്പിൻ തണ്ടിൽ തന്നെ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ കിടന്നിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചേമ്പിൻ്റെ തണ്ട് നമ്മൾ മോരൊഴിച്ച് കറി വെച്ച് കഴിച്ചിട്ടുണ്ട്, വേറെ രീതിയിൽ അമ്മ വെച്ചിട്ടുണ്ട്, ഒരു പുളിങ്കറി അങ്ങനെ എന്തോ. ഇതിങ്ങനെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ചേമ്പിൻ്റെ തണ്ട് കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കണ പോലെ അത്ര നന്നായി കിട്ടുമോ അല്ലെങ്കിൽ ടേസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. ഏതായാലും ഇത് കുളിക്കാൻ ഇങ്ങനെയുള്ളൊരു മടിയുള്ള മക്കളെ ഞങ്ങൾ കണ്ടിട്ടില്ല ഗൈസ്. കുക്കിങ്ങും ഫോൺ ചെയ്യുന്നുണ്ട് ഗൈസ്. അതിപ്പോൾ ഞങ്ങൾ എക്സ്പേർട്ടാണ്. ഞങ്ങൾ ഹോട്ടലുകാരെ പോലെ ഒരു എമൗണ്ട് അങ്ങോട്ട് എടുക്കായിരുന്നു. മറ്റേത് വാങ്ങാൻ അറിയില്ല തോന്നുന്നു കുട്ടിക്ക്. ആ മൊയത്ത് ഇങ്ങനെ കൊടുക്കണത് ഒന്ന് പറഞ്ഞു കൊടുക്കണം, സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഇതൊന്നാവോ ആയി അപ്പം നിറക്കിച്ചോ. അപ്പം അങ്ങനെ അത് ആയിട്ടുണ്ട് അമ്മേ. അപ്പോൾ ഞാൻ അമ്മയോട് ഇത് എന്താവോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അതായി എന്ന് പറഞ്ഞു. അപ്പോൾ തത്ത എന്താ പറഞ്ഞറിയാം, എന്നാൽ നീ ചോറുണ്ടാന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചേമ്പിൻ്റെ തണ്ട്, മോര് കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഇറച്ചി മീനൊന്നും ആവശ്യമില്ല.
അതിന് വെച്ചെടുത്താൽ മതി. നല്ല ഉണ്ടരിൻ്റെ ചോറും കൂടെ ആണ്. റേഷനരി വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉണ്ടരി ചോറാണ്. അതും കൂടെ ആണെന്നുണ്ടെങ്കിൽ കുശാലാണ്. എനിക്കോണി ഈ തോരൻ ഉണ്ടാക്കിയിട്ട് അന്ന് വൈകുന്നേരം ആയപ്പോൾ 3-4 പ്രാവശ്യം ചോറിനിട്ടുണ്ട്. കുറേശ്ശെ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ചിക്കനാണെങ്കിൽ ഭയങ്കര വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. 50 രൂപയ്ക്കുള്ളൂ പറഞ്ഞിട്ടുള്ള ഇവിടെ എല്ലാവരും നോമ്പാണ്. അപ്പം അത് ആയി. പിന്നെ ഇന്നത്തെ കറി എന്ന് പറയണത് അയ്യോ ചട്ടി മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ എന്താണ് പരിപ്പ്. അപ്പം കറി ആയിട്ടില്ല. അമ്മ ചട്ടി അങ്ങനെ മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അടുപ്പിലെ തീയുള്ള ഉണ്ടല്ലോ വെച്ചാണ്ട് വെച്ച് കൊടുത്താണ്. സമയം 10:45 ആയത്. അതിൻ്റെ ഇടയിൽ അമ്മ റാക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ അതിനോട് പറഞ്ഞു. കുറേ പേപ്പറും കടലാസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ എടുത്തേക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ച് ബാക്കിയുള്ളതൊക്കെ വേസ്റ്റ് പഞ്ചായത്തുകാർ ഒരു ചാക്കിൽ കൊണ്ടുപോയിട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ പരിപ്പും മുരിങ്ങാക്കറിയൊക്കെ മുരിങ്ങയും കൊണ്ടുള്ള കറി ആയിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാതെ ഇങ്ങനെ വെച്ചതാണ്. അതിലേക്ക് ചെറുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ വഴുതനങ്ങുപ്പേരി ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ നേരത്തെ ചെമ്പിൻ്റെ തണ്ട് തോരൻ വെച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറുമാണ്. പിന്നെ അമ്മ പപ്പടവും കൂടെ കാച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങളിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യും കേട്ടോ. എനിക്കിവിടെ ഓക്സിലറീൻ്റെ മീറ്റിംഗ് ഇവിടെ ഉണ്ട്. അതായത് കുടുംബശ്രീ എനിക്ക് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം പോവാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ കാണിക്കണത്. ഗൈസ് അന്ന് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി വന്നില്ലേ. വീട്ടിലൊക്കെ പോയി വന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുക്കറിൽ ഞങ്ങൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഒരു 8-8:30 ആയപ്പോൾ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. ഫുഡ് റെഡിയായി കഴിഞ്ഞിട്ട് ഒരു ചായ ഇട്ടിട്ടില്ലായിരുന്നില്ല. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് എന്താ പറയുക കിച്ചണിലേക്ക് വന്നപ്പോഴാണ് ചെറിയൊരു അപകടം സംഭവിച്ചു കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളിവിടെ കിച്ചൻ്റെ ഇവിടെയുള്ള ടൈല്, കാരണം ഇത് പുതിയതാണല്ലോ ഈ ഒരു ബിൽഡിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണികളൊക്കെ ചെയ്തിട്ട് അവർ ശ്രദ്ധിക്കാനായിട്ട് എന്താണെന്നറിയില്ല, നമ്മളെ സിങ്കിൻ്റെ അവിടെയുള്ള ഇവർ വോൾട്ടൈലുണ്ടല്ലോ അതൊന്ന് 2 പീസ് താഴെ ചാടി കാലിലേക്ക് വീണു. എന്താ പറയുകയെന്ന് വെച്ചാൽ കാലിലേക്ക് വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അടുക്കളയിൽ തന്നെ ഞാനും വീണു. മക്കൾ ഈ ടൈല് വീണതിൻ്റെ സൗണ്ട് കേട്ട് 2 ഓടി വന്നു. അവർ അമ്മമ്മേനെ വിളിക്കട്ടമ്മ എന്നൊക്കെ പറഞ്ഞു ഫോണൊക്കെ എടുത്ത്. ഞാൻ പറഞ്ഞു വേണ്ടപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞു. എന്താ പറയുക, ആകെ കൂടെ തരിച്ചിട്ട് കാല് നഖത്തിലേക്കാണ് ഈ ടൈല് വീണത്. പെട്ടെന്ന് അതൊരു വേറൊരു കളറായി, നഖത്തിൻ്റെ ആ ഭാഗമൊക്കെ വേറൊരു കളറായിട്ട് ചുറ്റും റെഡ്, ഇങ്ങനെ ബ്ലഡ് പുറത്തേക്ക് വന്നിട്ടില്ലെന്നാൽ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ. പക്ഷെ കാലിൽ തൊടാനാക്കി പറ്റണില്ല. കുട്ടികൾ കുറച്ച് ഐസ് ക്യൂബൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ പിടിച്ചു വന്നു. ഒരു മണിക്കൂറോളം ഞാൻ അതേ ഇരിപ്പ് ഞാൻ കിച്ചണിൽ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അതേ ഇരിപ്പ് കിച്ചണിൽ ഇരുന്നിട്ടുണ്ട്. കുട്ടികളും ആകെ പേടിച്ചു. പിന്നെ നൈറ്റല്ലേ, ഇവിടേക്ക് ആ ഒരു സമയത്ത് പോവാന്നുള്ളതിൽ ഞാൻ ആരെയും വിളിക്കണ്ട, ആരോടും പറയണ്ട എന്നൊക്കെ പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ, കാരണം ഫുഡൊന്നും കഴിക്കാതെ കുട്ടികളാകെ പേടിച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വേദനയൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ 1 മണിക്കൂർ ഇവിടെ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇരുന്നെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ പതുക്കെ 2 കൂടെ എന്നെ എണീപ്പിച്ചു. ഞാൻ വിചാരിച്ചെൻ്റെ കാല് മൊത്തത്തിൽ പോയി എന്നുള്ളതാണ്. എണീറ്റ് കിടക്കയിൽ പോയാണ്ട് കിടന്നു കുറച്ച് നേരം ഇങ്ങനെ കിടന്നപ്പോഴത്തെ എനിക്ക് പിന്നെ വേദന ചെറുതായിട്ടൊന്നിന് കുറയാൻ തുടങ്ങി. ആ ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഫുഡ് കഴിച്ചോ, ബാക്കിയുള്ളൊരു ടൈലും കൂടി അവിടെ നിൽക്കുന്നുണ്ട്, നോക്കണേ, ചാടാൻ നോക്കണേ എന്ന് പറഞ്ഞ് അവരോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഞാൻ കഴിക്കാതെ അവർ കഴിക്കൂല. അതിൽ ഞാനും കുറച്ച് ഫുഡൊക്കെ എടുത്തു. പക്ഷേ അപ്പോഴൊക്കെ നല്ല വേദന ഉണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ അമ്മേനെ വിളിക്കും. അപ്പോൾ അത് രാത്രിയൊക്കെ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവരെ പാത്രം കഴുകി വെച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, കാരണം നല്ല വേദന. ഒരു 12:30 ആയപ്പോൾ നഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. പക്ഷെ പിന്നെ വേദന കൂടാനും തുടങ്ങി, നല്ല വേദനയായി. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. നഖം പോയിട്ടുണ്ട്. അതപ്പോൾ അവർ നഖം എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ അയച്ചില്ല, കാരണം പേടിച്ചിട്ടോ, അത്രയും വേദന ഉണ്ടായിരുന്നു. അവർ ക്ലീൻ ചെയ്തു, എൻ്റെ കൈയൊക്കെ പിടിച്ച് അവർ ക്ലീൻ ചെയ്തു. ഞാനാണെങ്കിലോ കുട്ടികളെക്കാൾ കഷ്ടം, അത്രയും പേടിയുണ്ട്. നഖം ഇവർ പറിച്ചെടുക്കുമെന്നുള്ള വേദന കൊണ്ടാണ് കേട്ടോ, നല്ല വേദന ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു മരുന്ന് വെച്ചാൽ മതി, നഖം പോകണേൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എടുക്കണ്ടെന്ന് എടുക്കുമ്പോൾ ആ വേദനയോട് സഹിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ താഴെ തന്നെ ആ ഒരു കാലിൻ്റെ അപ്പുറത്തായിട്ടൊരു ചെറിയൊരു ഇത് ചാടേൻ്റെ അത് തോന്നുന്നു, ചെറിയ വേദന അവിടെ ഒരു ചതവ് പോലെ ഉണ്ട്. എന്തായാലും കാലൊക്കെ കെട്ടിയിട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം എവിടെ നിന്നാണ് ചാടിയിട്ടുള്ളത്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കണ്ടോ, ഇതാണ് സിങ്കിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്തുള്ള ഈ ടൈലാണ് ചാടിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് നമ്മൾ വന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇത് വീടിന് അന്ന് കിച്ചുമോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇവിടെ എന്തോ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അത്രയും ഉറപ്പിച്ചിട്ടല്ല വെച്ചിരുന്നെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മൊത്തം പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ഇത്രയും ഭാഗം കൂടെ ഉണ്ട്. ഇതാ അതിവിടെ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. 3 പീസാണ്, 2 പീസാണ് അതിൻ്റെ കാലിൽ ചാടിയത്. ഓക്കെ, അപ്പോൾ കാലിങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. ഈ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്.